സദഖ ചെയ്യാന്നുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ സമ്പത്ത് എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ദീനുൽ ഇസ്ലാമിനെ ചെലവഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. അപ്പൊ അതുപോലെ ഒരു നബിക്ക്, ഒരു പ്രവാചകനെ കൊണ്ടുപോയി കൊടുക്കുന്ന അത്രയും പ്രതിഫലമാണ് ഇത്. ചെലവഴിക്കുന്നതാവട്ടെ വളരെ സാധുക്കളായ, രോഗികളായ, അതുപോലെ തന്നെ താമസിക്കാൻ വീടില്ലാത്ത ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിലേക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം അതിനു വേണ്ടി മാറ്റിവെക്കുക. നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ ഫണ്ടൊക്കെ സമാഹരിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ, നമ്മുടെ ഈ പഞ്ചായത്ത്, താഴേക്കോട് പഞ്ചായത്ത്, സുയസിന്റെ ഈ താഴേക്കോട് പഞ്ചായത്തിൽ നിന്നാണ് ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ, അല്ല 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തൊക്കെ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തതായിട്ട് മുൻകാലങ്ങളിൽ 10 വർഷമായിട്ട് തുടങ്ങി. മുൻകാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊട്ടും കുറയാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിലേക്ക് സംഭാവനകൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് സഹായിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ ഒരു സദഖയുടെ ഫലമായി എല്ലാവിധ ആപത്ത്, ബല, മുസീബത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നൊക്കെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമീനായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അല്ലാഹുവേ ഇവിടെ നൽകിയ സംഭാവനകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് കൃത്യമായി അറിയാം റബ്ബേ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. നേർന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം റബ്ബേ. എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കണേ റബ്ബേ. പരിപൂർണമായ ശമനം നൽകണേ റബ്ബേ. അല്ലാഹുവേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും, എല്ലാവിധ ആപത്ത്, ബല, മുസീബത്തുകളും റഹ്മാനായ റബ്ബേ ഞങ്ങളെയും അതുപോലെ ഈ സംഭാവനകൾ നൽകിയ ആളുകൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവനകൾ നൽകിയവരുണ്ട് റബ്ബേ. അതിൻ്റെയൊക്കെ മിഥില സവാബ് അവരുടെ ഓരോരുത്തരുടെയും ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ അദാബുകളോ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു എല്ലാം നീ ദൂരീകരിക്കണേ റബ്ബേ. പകരം നീ അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ കവാടങ്ങൾ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. ഖബർ ജീവിതം നീ സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു സ്വാലിഹീങ്ങളോടും കുടുംബസമേതം അവരെയും ഞങ്ങളെയും മേൽപ്പറയപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഉം റിളയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹു ഈ സംഭാവനകൾ നൽകിയ ആളുകൾ, നൽകുന്ന ആളുകൾ, മുസാഅദയിലേക്ക് നൽകുന്ന ആളുകൾ അല്ലാഹുവേ അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ വരുമാന മാർഗങ്ങളിലും ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും നീ ഖൈറും ബറക്കത്തും നീ ഏറ്റി ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. അവരുടെ സമ്പാദ്യത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ഇനിയും ദീനിന് വേണ്ടി സാധുക്കളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി സംഭാവനകൾ നൽകാനുള്ള സമ്പത്ത് അവർക്ക് നീ നൽകണേ റബ്ബേ. സന്മനസ് കൊടുക്കണേ അല്ലാഹ്. بفضلك وكرمك وجودك يا أكرم الأكرمين وبحق سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين.